നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഞാനിന്ന് കാണിക്കുന്നത് കുറ്റിക്കുരുമുളക് ചെടി ഞാനൊരു 3 വർഷം മുമ്പ് വെച്ചതാണ്. ഒരു പെയിൻറ് ടിന്നിലാണ് വെച്ചത്. പക്ഷേ അത് ചൂട് തട്ടിയിട്ടും ആയിരിക്കും, പിന്നെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ടൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ദ്രവിച്ചു പോയത് മൊത്തം. അപ്പോൾ ബക്കറ്റ് അവിടെ നിന്ന് ഇളക്കാൻ പറ്റുന്നില്ല, പിടിക്കുമ്പോഴേക്ക് തന്നെ പൊടിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി സ്ഥാപിക്കാം. അതിനുവേണ്ടി നമ്മൾ നല്ലൊരു വ്യാസമുള്ള ഒരു ചട്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാര്യം അത്യാവശ്യം വലിയ ചട്ടി തന്നെ വേണം. അത് വലിയ ചെടി കുറെ കൂടുതൽ വലുതായി, 3 വർഷം പഴക്കമുണ്ടല്ലോ. 13 ഇഞ്ച് വ്യാസമുണ്ട് ഇതിന് ചട്ടിക്ക്. ഏകദേശം അതേപോലെ തന്നെ ഒരു 33 ഇഞ്ചോളം ഹൈറ്റും ഉണ്ട്. 33 ഇഞ്ച് ഹൈറ്റുണ്ട്. അത്യാവശ്യം വ്യാസമുള്ള നല്ലൊരു ചട്ടി, ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ചട്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹോള് നമ്മളൊന്ന് വലുതാക്കി കൊടുക്കണം. വെള്ളം നിൽക്കാത്ത രീതിയിൽ ഹോളൊന്ന് വലുതാക്കി കൊടുക്കുക. ഹോളിൻ്റെ മുകളിലായിട്ട് നമ്മൾ നല്ല വൃത്തിയുള്ള വോട്ടിംഗ് കഷ്ണം എടുത്തിട്ട് 2 വലിയ കഷ്ണം വെച്ചിട്ട് ആ ഹോള് മൂടി വയ്ക്കുക, വെള്ളം വാർന്നു പോകാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് കരിയിലയാണ്. ഏകദേശം ഒരു മുറം കരിയില എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊടിച്ചോ അല്ലെങ്കിൽ കത്തിരി വെച്ച് കട്ട് ചെയ്തോ ഉപയോഗിക്കേണ്ടതാണ്. ഇത് ഞാൻ പൊടിച്ചു വെച്ച കരിയിലാണ്. എന്നുവെച്ചാൽ നന്നായി ചെറുതാക്കി കഷ്ണം മുറിച്ചതുകൊണ്ട് പൊടിച്ചതുകൊണ്ട് അത് അപ്പടിയാണ് ഇട്ട് കഴിഞ്ഞാൽ അത് അടഞ്ഞു പോയത്. താഴ്ഭാഗത്ത് ഇട്ട് കൊടുക്കുക ചട്ടിയിൽ. അത്യാവശ്യം ഒന്ന് അമർത്തി നിരപ്പാക്കി കൊടുക്കുക. കരിയിലയിൽ ധാരാളം കാർബണുകളാണ്. അതായത് ചെടിക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത്. കൂടാതെ ഈർപ്പം നിലനിർത്തി വെള്ളം കെട്ടി നിൽക്കാതെ തന്നെ ചെടിക്ക് ആവശ്യമായ ഈർപ്പം നിലനിർത്തുന്നതുമാണ് കരിയില. ഇനി നമുക്ക് ചട്ടിയുടെ അടിഭാഗത്തായിട്ട് പോട്ടിംഗ് മിക്സ് നിറച്ചു കൊടുക്കാം. പോട്ടിംഗ് മിക്സിനെ പറ്റി എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച പോട്ടിംഗ് മിക്സാണ്. ഇതിലിപ്പം ഇതേപോലെ നമ്മൾ താഴെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ട്രീറ്റ് ചെയ്ത മണൽ, കുമ്മായി വെച്ച് ട്രീറ്റ് ചെയ്ത മണൽ, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇത്രയും സാധനങ്ങൾ, കുറച്ച് എപ്സം സാൾട്ട് കൂടി ചേർത്തിട്ടുണ്ട്. ഇതാണ് ചെടി നമുക്ക് പറിച്ചു വെക്കേണ്ടത്. ഞാനത് മേലിൽ നിന്ന് എടുത്ത് താഴെ ഇറക്കി വെച്ചാണ്. പക്ഷെ ഇതിൻ്റെ ഈ ഡ്രം എടുക്കാൻ ഒത്തിരി പണിയാണ്. നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാനത് എടുത്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം. ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റില്ല, കാരണം ഈ ഡ്രം നശിച്ചുകൊണ്ട് ഊരിയെടുക്കാൻ പറ്റില്ല, പൊട്ടിച്ചേ എടുക്കണം. അപ്പം ഞാനത് ഡ്രമ്മൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ 3/4 ഭാഗത്തിൽ കൂടുതൽ നമ്മൾ പൊട്ടിച്ചെടുക്കേണ്ടി വന്നു. കണ്ടില്ല, ഇപ്പം വേര് അടക്കം അത് മാത്രം ആ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, ഡ്രമ്മിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനിപ്പോൾ നല്ല രീതിയിൽ തന്നെ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നമ്മുടെ പുതിയ ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയെല്ലാം റെഡിയാണ്. നമുക്ക് പുതിയ ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാം. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ ഇത് മാറ്റി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ മണലും വേരുകളും ഉണ്ടല്ലോ, അതൊന്നും ഇളകാൻ പാടില്ല. നല്ല രീതിയിൽ തന്നെ പിടിച്ച് ചട്ടിയിലേക്ക് ഇറക്കി വെക്കണം. വേരൊന്നും പോയിട്ടില്ല, അതേ പറിച്ചതേപോലെ തന്നെ ഉണ്ട്. മണലൊന്നും വേരുകളൊന്നും നശിക്കാണ്ട് തന്നെ മാറ്റി വയ്ക്കുക. മാറ്റി വെക്കുമ്പോൾ ഇത് വ്യാസം കൂടുതലുള്ള ചട്ടിയാണ്. അപ്പോൾ ഇത് സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ വെക്കണം. മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം ഗ്യാപ്പ് കൊടുക്കണം. അത്യാവശ്യം ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പോട്ടിംഗ് മിക്സ്, ബാക്കിയുള്ള പോട്ടിംഗ് മിക്സ് ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം, നിറച്ച് കൊടുക്കുക. അത് ചുറ്റുഭാഗങ്ങളിലും ചട്ടിയുടെ വേണ്ടില്ല, നല്ല ഗ്യാപ്പുണ്ട്. ഇത് അത്യാവശ്യം വ്യാസമുള്ള ചട്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ പുതിയ ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇരുന്നിരുന്ന അതേ പ്ലേസിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ വെക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം വെയിൽ വേണമെന്നില്ല. ഇതിന് തണലാണ് കൂടുതൽ പ്രിയം കുരുമുളകിന്. നല്ല വെയിലാണെങ്കിൽ ചെടിക്ക് ക്ഷീണം വരും. ഇത് അധികം വെയിലുമില്ല അധികം തണലും ഇല്ലാത്തയിടത്ത് ആണ് ഇത് വെച്ചിട്ടുള്ളത്. അതേപോലെ 2 ചെടികൾ വേറെയുണ്ട്. ഇതിപ്പോൾ അടുത്ത് നമുക്ക് കിട്ടിയ ചെടികളാണ്. ഇത് ഞാൻ കൃഷിഭവനിൽ നിന്ന് കിട്ടിയിട്ട് അത് റീപോർട്ട് ചെയ്തിട്ട് വെച്ചേക്കാണ്.
അതൊന്ന് പെയിൻറ്റ് ടിന്നിൽ തന്നെയാണ്, ഒന്ന് ഇതേപോലെ വ്യാസമുള്ള ഒരു പ്ലാസ്റ്റിക് ചട്ടി തന്നെയാണ് നട്ടേക്കുന്നത്. അതിനും തിരികളും കായ്കളും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല വളർച്ചയുള്ള തൈകൾ തന്നെയാണത്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഒരു ചെടി ഇരിക്കുന്നത് പെയിൻറ്റ് ടിന്നിൽ തന്നെയാണ്. മിക്കവാറും അതും കൂടെ മാറ്റേണ്ടി വരും നമുക്ക് അടുത്ത നാളുകളിലായിട്ട്. ഏതായാലും ഇത്രയുള്ള വീഡിയോ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.